വീട്, അമ്പലം. ആ കാണുന്നത് ഒരു അമ്പലം കേട്ടോ. ഞാൻ അതിൻ്റെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ള വീഡിയോ എടുത്തു തരാം. അതിനോട് ചേർന്നിട്ട് നല്ലൊരു വീട് ഉണ്ടായിരുന്നു, തലൂർ തറവാട്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ നാട്ടില് നമ്മുടെ സ്വന്തം നാടാട്ടത്, ശിവജി നഗർ ബസ് സ്റ്റോപ്പ്. ഇതിൻ്റെ ചേർന്നിട്ട് ഒരു ഗംഭീര വീട് വന്നിട്ടുണ്ട്. നല്ല രസമായിരിക്കും സുധിയേട്ടൻ്റെ വീട്. അതിനേക്കാളും നല്ല ഭംഗിയുള്ള വീട് വേറൊരു വീട്, ബഷീർ മാഷിന്റെ വീട്, പുണ്ണില്ലത്തക്കുളം. അതുകൂടാതെ നമ്മുടെ ചേട്ടായി ഉണ്ടാക്കിയ വീട്, പിന്നെ നമ്മുടെ വീട് കാണും, ആ കാണുന്നു. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് ഈ 4 വീടുകളുടെ രഹസ്യമല്ല. ഞാൻ പറയുന്നത് ഈ 4 വീടിന്റെ അകത്തുള്ള ആളുകളുടെ അല്ല, പക്ഷെ കമ്പാരിസൺ. നല്ല സുന്ദരമായ ആ വീട്, ഈ വീട് ഞാനുമായി മിക്സ് ചെയ്തിട്ട് തന്നെയാണ്. ബേക്കലുള്ള തറവാട്, നമ്മുടെ വീട്, അമ്പലങ്ങള്, ഇതിൻ്റെ ഉള്ളിലുള്ള കുറെ കഥകൾ, അതായത് ജ്ഞാനവുമായി മിക്സ് ചെയ്തിട്ട്. വളരെ ദിവ്യമായ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇത് പിടുത്തം കിട്ടുള്ളൂ. ഓരോ അമ്പലങ്ങളിൽ എന്താണ് പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ദേവന്മാര് ഏതൊക്കെ ദേവന്മാര്, എവിടൊക്കെ, എങ്ങനൊക്കെ. ചോറ്റാനിക്കര ദേവി എവിടെ, കൊടുങ്ങല്ലൂര് ദേവി എവിടെ, ശ്രീകൃഷ്ണ എവിടെ, ശ്രീരാധ എവിടെ, എല്ലാം മനസ്സിലാക്കാൻ പറ്റും. നല്ലവണ്ണം ഈ സാധനം തുറന്നു നോക്കണം. ഈ കണ്ണല്ലേട്ടാ, ദിവ്യബുദ്ധിയുടെ കണ്ണ് തുറന്നാലുണ്ടല്ലോ ഒക്കെ കാണും. വീടിനോട് നേരെ ഓപ്പോസിറ്റ് ഉള്ള വേട്ടേക്കര ക്ഷേത്രം. വേട്ടേക്കര ക്ഷേത്രത്തില് നിരവധി പുറമെ ഉള്ള പൂജ. ആ കാണുന്നതുണ്ടല്ലോ, നേരെ ഓപ്പോസിറ്റ് കാണുന്ന കാട്, അവിടെയാണ് നമ്മുടെ വീട്. സൂര്യന്റെ അടുത്തല്ലട്ടെ, ഈ നേരെ കാണും. അതായത് ആ കാട്ടിൻ്റെ ഉള്ളില്. ഇവിടുന്ന് കാണുകയില്ല, കാട് പോയാല് ഇവിടുന്ന് വീട് കാണും. ഞാൻ ആദ്യം കരുതിയത് ബാബയുടെ ജ്ഞാനൊക്കെ കിട്ടിയല്ലോ, വേട്ടക്കാരനെങ്കിലും ആവാം. അതായത് ഓരോരുത്തരും ഓരോരോ ഇതിനായിട്ട് കമ്പാരിസൺ ചെയ്ത് നിൽക്കുകയാണെന്ന് ബാബ നമ്മളോട് പറഞ്ഞല്ലോ. അപ്പൊ വേട്ടേക്കരൻ്റെങ്കിലും ആവുന്ന വിചാരിച്ചിരുന്നു. പക്ഷെ ബാബ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. നമ്മുടെ ഡ്രാമ അനുസരിച്ച് പാർട്ട് ഇങ്ങനെ കയറ്റി കൊണ്ടുവരും. എനിക്കുള്ള പാർട്ട് അത് വേറെ ആർക്കോ, വേറെ ആരുടെയെങ്കിലും പാർട്ടി എനിക്കോ ഇല്ലല്ലോ. നമ്മൾ തന്നെയാണ് വേട്ടക്കാരൻ, നമ്മൾ തന്നെയാണ് ബ്രഹ്മാവ്, നമ്മൾ തന്നെയാണ് ഇതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. തെറ്റാണ്. പക്ഷെ നമ്മളിൽ ആ വക കഴിവുകളൊക്കെ ഉണ്ട്, അതാണ് ശരി. അതായത് ബ്രഹ്മാവ്, ഞാൻ തന്നെയാണ് ബ്രഹ്മാവ്, ഞാൻ തന്നെയാണ് വിഷ്ണു, ഞാൻ തന്നെയാണ് ശങ്കരൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് തെറ്റാണ്. ബ്രഹ്മാവ് വേറെ, വിഷ്ണു അത് വേറെ തന്നെ. അതായത് ബ്രഹ്മാവും ബ്രഹ്മാവിന്റെ സമ്പൂർണ്ണ രൂപമായുള്ള നാരായണനും രാധയുടെ സമ്പൂർണ്ണ രൂപമായിട്ടുള്ള ശ്രീ ലക്ഷ്മിയും, അതാണ് വീട്. അപ്പൊ ഒന്ന് നടന്ന് കാണിച്ചു തരാം. വീടിന്റെ ടെറസ് ഉണ്ടല്ലേ, അവിടെ ഇങ്ങനെ ഇരുന്ന് യോഗം ചെയ്തപ്പോഴേ അപ്പോഴാണ് ഞാൻ ഈ കാട് ഇങ്ങനെ കാണുന്നത്. ബാക്കിലെ കാട്, ഈ കാട് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ശ്രദ്ധിക്കാതെ വന്നപ്പോ ഒരു വലിയൊരു മരം ഉണ്ടായി, ശ്രദ്ധിക്കാതെ വന്നപ്പോ
അതിന്റെ മേലേക്ക് വള്ളിച്ചാടികൾ ഇങ്ങനെ കയറാൻ തുടങ്ങി. സംഭവം രസമാണ്. നാച്ചുറലി ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഇത് ഭയങ്കര രസമാണ്. കാട് ഇഷ്ടപ്പെടുന്നവർക്കിട്ട്. പക്ഷെ സത്യയോഗികൾക്ക് ഇത് അത്ര പിടിക്കൂല. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. സത്യയുഗത്തില് ഒന്നിലൊക്കെ വരുന്നവർക്ക് ഇത് അത്രയ്ക്കാണ്ട് പിടിക്കില്ല. സത്യയുഗത്തിന്റെ ചിത്രം കണ്ടിട്ടുണ്ട്? സത്യയുഗത്തില് ഏതെങ്കിലും ചിത്രത്തിൽ ആകെ കാടും പൊന്തയും കിടക്കുന്നുണ്ട്. എന്നാലും ശ്രദ്ധിക്കണം. കാരണം ബാബ നമുക്ക് ചെറിയ ചെറിയ ഹിന്റുകളാണ് തോന്നുന്നത്. ഇപ്പൊ ഞാൻ മരം വെട്ടി അപ്പൊ ഒരു കമന്റ് ഇട്ടായിരുന്നു. നല്ലൊരു വ്യക്തിയാണ്. എന്തായാലും ഇംഗ്ലീഷിൽ നല്ല അടിപൊളിയായിട്ടുള്ള കമന്റാണ് കിട്ടിയത്. ഇംഗ്ലീഷ് കേൾപ്പിച്ച് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞാനും പറയും, ഞാനും പോണുണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ, ഞാനും പോണുണ്ട്. അപ്പോ കാട് ഇനിയിപ്പൊ ഇത് തന്നെ കുറച്ചും കൂടെ ഒരു വൃത്തിയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയപ്പോ കാടിന്നൊക്കെ പോയി ഔട്ട് ചെയ്ത് കുറെ മരങ്ങൾ മാത്രമായി. ഇവിടെ നിരവധി മരങ്ങൾ മാത്രമായി. പശു, ആ പശുവിനെ കൊണ്ടുനടക്കുന്ന ശ്രീകൃഷ്ണനും എല്ലാരും ഉണ്ട് അവിടെ. ശ്രീകൃഷ്ണന് പശുവിനെ മേക്കലല്ലേ പണി. ബാബ ഒരാള് ഇതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കാട് സത്യയുഗം ഇത് തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. നല്ല രസമാണ് സത്യം പറഞ്ഞാല്. വലിയ മരങ്ങൾ ഭയങ്കര രസമാണ്. അതൊരുപാട് ജീവജാലങ്ങൾക്ക് തണലേകുന്നു. എന്ത് തണല്? കൊക്കിനും. അതാ ബാക്കിൽ വലിയൊരു മരം, അത് ഇനിയും വളർന്നു വരുമ്പോ അതിലൊരുപാട് ജീവികൾ അഭയം പ്രാപിക്കും. ഈ മരം ഇല്ലായിരുന്നെങ്കിൽ ഈ ജീവികളൊന്നും അഭയം പ്രാപിക്കില്ലായിരുന്നു. കാട്ടില് ആവശ്യമാണ് വലിയ വലിയ മരങ്ങൾ. നാട്ടിലെന്തിനാ ഈ വലിയ വലിയ മരങ്ങൾ? നാട് കാടാക്കുമ്പോൾ ഉറപ്പാണ് കാട്ടിലെ ജീവികൾ അങ്ങോട്ട് വരും. നാട് പരന്നടന്ന മനുഷ്യന്മാർക്ക് പെരുമാറാൻ പാകത്തിലുള്ള ലെവലിൽ മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ വലിയ വന്യജീവികൾ അങ്ങോട്ടേക്ക് വരില്ല. കാരണം വന്യജീവികൾക്ക് ആവശ്യം വളരെ ഗുപ്തമായ രഹസ്യ സങ്കേതങ്ങൾ. കാടിന്റെ തന്നെ എന്തെല്ലാം വേണം? ഗുഹകൾ വേണം, വലിയ വലിയ മരങ്ങൾ വേണം, പുല്ലുകൾ വേണം. ഇത് അവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യരല്ല, അത് ആ ജീവിജാലങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്. അതായത് ചെറിയ ചെറിയ കിളികൾ പോയി മരങ്ങളിൽ നിന്ന് ഓരോരോ പഴങ്ങള് ഭക്ഷിച്ച്, പഴങ്ങൾ അല്ലെങ്കിൽ അവയ്ക്ക് ഇഷ്ടപ്പെട്ട കായകൾ ഭക്ഷിച്ച് അത് കൊണ്ടുപോയി പിന്നെ അത് മലമായിട്ട് ആ കുരുവൊക്കെ പുറത്ത് വന്ന് അവിടെ വീണ്ടും അതിന്റെ വിത്ത് മുളച്ച് അത് എന്തെന്ത് മരാണോ കാട്ടിലേക്ക് ആവശ്യമായത് അത് ആ ജീവികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ പരാഗണം നടത്തി. അതിൽ പൂമ്പാറ്റ ഉണ്ടാവും, മറ്റേ ചെറിയ അടക്കാക്കുരുവി ഉണ്ടാവും, അതുകൂടാതെ പരുന്തുണ്ടാവും, പിന്നെ വലിയ കഴുകുണ്ടാവും. അങ്ങനെ അനവധി നിരവധി ജീവജാലങ്ങൾ, പാമ്പും ചേരയും ആനയും പുലിയും, അങ്ങനെ പലപ്പോഴും പല വിധത്തിലുള്ള പ്രോസസ്സ് നടത്തിക്കൊണ്ട് സൃഷ്ടിക്കുന്ന വലിയൊരു ഭൂമിയുടെ ഭാഗം അത് ഫ്രീ ആക്കി കൊടുക്കാതെ അവിടെ കയറി മനുഷ്യനൊന്നും ഇടപെട്ടപ്പോൾ കാട് നാടായി. നാടായ ഭാഗങ്ങൾ, ചില ഭാഗങ്ങളൊക്കെ ഒന്ന് നാടായിട്ട് തന്നെ ഉപയോഗിച്ചോളൂ പറഞ്ഞിട്ട് ഇപ്പൊ ഗവൺമെന്റ് ഏറ്റെടുത്താണ്ട മൊത്തം. പക്ഷെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഫോറസ്റ്റ് തന്നെയാണ്. ഗവൺമെന്റിന് ഫോറസ്റ്റ് ആയിട്ട് തന്നെ വേണം. അവിടെ ഒരു ഭാഗം കച്ചവടം നടക്കുന്നുണ്ട്, അത് വേറെ ശിവ. ഏത് മരങ്ങൾ വെട്ടി ഫോറസ്റ്റ് തന്നെ അന്യായമായിട്ട് കച്ചവടം ചെയ്യുന്നത് വേറൊരു ഭാഗ. അതല്ലാതെ ഉള്ള കുറെ കാര്യങ്ങൾ ഇന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാടായിട്ട് തന്നെ നിലനിർത്താൻ പല പല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഇതിപ്പോ നമ്മുടെ വീടിന്റെ ചുറ്റൂറുള്ള വലിയൊരു കാടും പൊന്തയൊക്കെ ആയിട്ടുണ്ടായിരുന്ന സ്ഥലം. ഇവിടെ എത്ര സ്ഥലമാണെന്നറിയാം, എത്ര ഏക്കറാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അത് ആരുടെയൊക്കെ സ്ഥലമാണെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നടന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും. എന്നാലും വളരെ അപൂർവമായിട്ടാണ് വരിക. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആകെ കാടായി കിടക്കുക.
ഈ കാണുന്നതാണ് പുഴ. നേരെ ബാക്ക് സൈഡിൽ ആദ്യം കാണിച്ചാലേ പുഴയുടെ അടുത്തേക്ക് എത്തി. ഇവിടെ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. എന്താ പുഴ, ആ പുഴ ഇത് നോക്കുന്നതിന്റെ സൈഡിൽ ചുറ്റും ഇത്രയും കാടും പൊന്തൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചാല് ആ പുഴ എത്ര ഭംഗിയുണ്ടായിരിക്കുന്നത്. തിരൂർ പൊന്നാനിപ്പുഴ. പണ്ട് വാട്ടർ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു പുഴയാണ്. അപ്പൊ നമ്മളെ വീടിന്റെ ഒരു ഭംഗി ശരിക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചുറ്റിലുള്ള വലിയ വലിയ മരങ്ങൾ, തെങ്ങടക്കം വെട്ടന്നെ വേണം. എന്റെ വീടിന്റെ ചുറ്റിൽ ഇനിയും കുറച്ച് മരങ്ങളുണ്ട് കേട്ടോ. കുറച്ച് ഫണ്ടാവുമ്പോ ഞാൻ അതും കൂടെ വെട്ടും. കാരണം തെങ്ങ് ഇവര് കൊണ്ടുപോകണില്ല. ഈ തെങ്ങിന് ആവശ്യക്കാരുണ്ടോ നോക്കട്ടെ. 10 രൂപ ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മള് ദരിദ്രരാണല്ലോ. ദരിദ്രരായ നമ്മൾക്ക് 10 രൂപ കിട്ടുന്നതിനാണല്ലോ വകുപ്പ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കാരണന്മാരായിട്ട് സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ച കുറെ കാരണന്മാരുണ്ട്. അവര് വെച്ച തൈയൊക്കെ ഞാൻ വിറ്റ് കാശാക്കട്ടെ, കാശാക്കി മുട്ടടിക്കട്ടെ. പിന്നെ ഇവിടെ എത്തിയപ്പോ തന്നെ വൈബ്രേഷനിലൊക്കെ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ജ്ഞാനം കിട്ടാൻ ജ്ഞാനുണ്ട്, പക്ഷെ പറയാനും ഓരോന്ന് കാര്യങ്ങൾ. ഇത് കണ്ടോ പുഴ, അതിസുന്ദരമായ പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലേ. തിരൂർ പൊന്നാനിപ്പുഴ. പക്ഷെ കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ, ചറിയും ഭാഗം മരങ്ങളെ കൊണ്ടും കാവുകളെ കൊണ്ടും ആകെ ഒരുപാട് ജീവജാലങ്ങൾ അവിടെ നിന്ന് പിടിക്കാറുണ്ട്. പെരുമ്പാമ്പ്, കൈനായ, പറഞ്ഞ മുള്ളം പന്നി, കുറെ സാധനങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥയായി മാറിയിട്ടുണ്ട് ഇവിടെ. പുലി ഉണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷെ പുലി ഈ ഭാഗത്തല്ല. ഇപ്പൊ ഈ ഭാഗത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോ പുലി ഇതിന്റെ ബാക്കിൽ എന്താ പറയാ ഇതിൽ വന്നുകൂടായൊന്നുമില്ല. ഫ്രെയിമിൽ വരാറുണ്ടാ, ഫ്രെയിമിൽ വന്നിട്ട് നമ്മളെ പിടിക്കേണ്ട ബാക്ക്ഗ്രൗണ്ടിലൂടെ ഒക്കെ പോലെ. ഞാൻ പണ്ട് ഊട്ടി പോയപ്പോ ഒരു വിനായം പോലെ ഒരു സിംഗം തന്നെ ആയിരിക്കണം, ഒരൊറ്റ ചാട്ടം വണ്ടീന്റെ ഫ്രണ്ടിൽ കൂടെ. കുറച്ചപ്പുറത്താണ്, പക്ഷെ ഒറ്റ ചാട്ടം, ഒറ്റ സെക്കൻഡ് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ എല്ലാ കല്പത്തിലും കാണും സാധനത്തിനെ കണ്ടു. ഒറ്റ സെക്കൻഡ്. അതിന് സിംഹമാണോ വലിയ പൂച്ചയാണോ കാട്ടുപൂച്ചയാണോ എന്നല്ല, സംഭവം എന്തായാലും നല്ല സൈസുള്ള സാധനം, ഒറ്റ ചാട്ടം. അതുപോലെ ഇതിന്റെ ഫ്രെയിമിന്റെ ബാക്കിൽ വല്ല പുലിയെ കൂടുകയാണെങ്കിൽ നല്ല രസമായിരുന്നു. എന്നെ പിടിക്കാൻ വരില്ലേ. പിന്നെ കുറുക്കൻ, വേണ്ടത്ര കുറുക്കന്മാര്. ഇതൊക്കെ ആവാസ വ്യവസ്ഥ ആരുണ്ടാക്കിയെന്നറിയ, ഈ നാട്ടിലത്തെ ആൾക്കാർ, ഈ പറമ്പിന്റെ അധികാരികളുടെ, പറമ്പിന് അവകാശമുള്ളവരുടെ പണിയാണ് ഇവിടെ കാടാക്കി മാറ്റുന്നത്. കുറെ മരങ്ങളൊക്കെ ഇപ്പൊ വിറ്റ് വെട്ടി പോണുണ്ട്. എന്നിരുന്നാലും ഇതിന്റെ ഒരു തനതായ ഭംഗിയിലേക്ക് എത്തണമെങ്കിൽ കുറേ പണിയാട്ടാ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങ് നല്ലതാണ്, അല്ലാതെ ഞാൻ പറഞ്ഞില്ല. തെങ്ങ് അമിതായാല് പ്രശ്നമാണ്. പിന്നെ തെങ്ങ് കുറെ വെച്ചത് കൊണ്ട് മാത്രമായിട്ട് മറ്റു ജീവജാലങ്ങൾ വല്ലാതെ ആക്രമിക്കൂല. കാരണം എന്താ വെച്ചാൽ തെങ്ങിന്റെ ഒക്കെ ഫലം എന്ന് പറഞ്ഞാൽ കഴിക്കണ ആകെ കാട്ടത്തെ വലിയൊരു ജീവി എന്ന് പറഞ്ഞാൽ ഒന്ന് അണ്ണാൻ, മലയണ്ണാൻ, അതുപോലെ പിന്നെ കൊരങ്ങൻ. ഇതാണ് തെങ്ങിന്റെ ഫലം കഴിക്കാൻ വരുന്നത്. പക്ഷെ ബാക്കിയുള്ള സാധനങ്ങൾ നല്ല ശ്രദ്ധിക്കണം. പന, അതുപോലെ ഏതൊക്കെ കാട്ടിലുണ്ടായിരുന്ന സസ്യജാലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ, അത് നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാട്ടിലെ ജീവികൾ വരും. മയില് വരും, മയില് കാട്ടിലെ ജീവിയാണ്. ഇതൊക്കെയോ മണക്കുണ്ട്, ഇതവസ്ഥ. ഏതൊക്കെയോ പറമ്പ് കേട്ടോ, ആരുടെയൊക്കെയോ പറമ്പ്. അപ്പൊ കാട്ടിലെ കുറെ വിശേഷങ്ങളും വീടിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം, പറയാം. ഇനിയിപ്പോ എന്താ പറയാനുള്ളത് നോക്കട്ടെ, ആലോചിക്കട്ടെ. നമ്മുടെ വിഷയം ജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണല്ലോ കിടക്കുന്നത്. അതല്ലേ നമുക്ക് പറയാൻ അറിയുള്ളൂ, അതല്ലേ നമ്മുടെ ഉള്ളിൽ സാധനം കൂടുതൽ കയറിക്കൊണ്ടിരിക്കണം. അപ്പൊ പറയുകയാണെങ്കിൽ പൂജ, പലവർക്കും പൂജ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു വേട്ടക്കാരന്റെ അമ്പലം കാണിച്ചെന്നല്ലേ, വർഷത്തിലൊരു ദിവസം അവിടെ പ്രതിഷ്ഠാദിനുണ്ട്. ബാക്കി ഏതൊക്കെയോ ദിവസങ്ങൾ കേട്ടോ, കൃത്യമായിട്ട് എനിക്കറിയില്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. അത്തരം ദിവസങ്ങൾ അവിടെ പൂജ ഉണ്ട്. അതായത് നമ്പൂതിരി വരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പൂതിരി വന്ന് അവിടെ പൂജിക്കുകയും ചെയ്യും. പീഠത്തിലാണ്, അവിടെ വിഗ്രഹമില്ല, പീഠം. പിന്നെ ബാക്കി ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ ഉള്ളതൊക്കെ പുറത്താണ്. ഒക്കെ മഴയും കൊണ്ട് എല്ലാം പുറത്താണ്. നാഗത്തിന്റെ, അതുപോലെ കരിങ്കുട്ടി, അങ്ങനെ കുറെ സംഭവം. ഇതൊക്കെ
കുറെ പുറത്താണ് സാധാരണ കല്ലുകൾ, ഇതെല്ലാം പുറത്ത്. അകത്താണ് വേട്ടേക്കറിന്റെ ഇതുള്ളത്. അതാണെങ്കിലോ പീഠത്തിലാണ്. ഇനി അനവധി അമ്പലങ്ങളുണ്ടല്ലോ. ഈ അനവധി അമ്പലങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്ന ബിക്കേസിന്റെ വീടുകളുമായി കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ബിക്കേസ് തന്നെ ആവണമെന്നില്ല, ബിക്കേസിന്റെ നോട്ടീസ് കൈപ്പറ്റിയ വ്യക്തികള്, അതുമല്ലെങ്കിൽ ഈ കാര്യം അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന വ്യക്തികൾ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന വ്യക്തികള്, അറിഞ്ഞിട്ട് അത് ഷോ ചെയ്യുന്ന വ്യക്തികള്, അതാണ് ബി കെ തന്നെ. ഇപ്പൊ കണ്ടോ, ഞാൻ ഓം ശാന്തിയുടെ ഇതൊന്നും ഇട്ടിട്ടില്ല, എന്താ പറയാ, ബാഡ്ജ് ഒന്നും ഇട്ടില്ല. ബാഡ്ജിന് ചെറിയ പൈസകൾ വേണമെങ്കിൽ ഇട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഷോ ഒക്കെ ചെയ്യും. നോ, ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്, ബിക്കോസ് വല്ലാതെ തന്നെ എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇവൻ എന്തോ പ്രത്യേകത ഉണ്ട്. പലവരും ചോദിച്ചിട്ടുണ്ട്, നിനക്കെന്തോ പ്രത്യേകതയുണ്ടല്ലോ. അത് താടി പഠിച്ചിട്ട് താടി വളർത്തിയിട്ട് ചെന്നാലും ശരി, താടിയും മീശയൊന്നും ഇല്ലാതെ ചെന്നാലും ശരി, നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ബി കേസിന്റെ ഒരു ശമ്പളം ആവശ്യമില്ല, ഈ വസ്ത്രം ആവശ്യമില്ല. ഞാൻ ട്രൗസറും ടീഷർട്ടും ഇട്ട് പോയാലും എനിക്ക് വേണ്ട കാര്യങ്ങൾ പറയാനും അറിയാനും ചെയ്യാനും നന്നായി കഴിയാറുണ്ട്. അത് തടസ്സം സൃഷ്ടിക്കുന്നത് സത്യം പറഞ്ഞാല് നമ്മൾ തന്നെ. കൃത്യമായിട്ട് ഇന്ന സമയത്ത് സാധനം ടാർഗറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചാൽ അത് നടക്കാൻ ചെയ്യും. അതുപോലെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയാല് വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ഇളനീര് കുടിക്കാനായിട്ട് ഇറങ്ങിയാല് ഇളനീര് കുടിക്കുക തന്നെ ചെയ്യും. വെറുതെ ഒന്ന് പോയി നോക്കാം, ഇതൊന്നും കിട്ടണമെന്ന് വലിയ നിർബന്ധമില്ല എന്ന് വെച്ചിറങ്ങിയ സത്യം പറഞ്ഞാല് ചിലതൊന്നും കിട്ടുകയില്ല, നമ്മുടെ മൈൻഡ് ആകെ ഡിസ്റ്റർബ് ആവുകയും ചെയ്യും. അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോയാൽ അതെല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങൾ ബാബയോട് പറഞ്ഞ് ഇന്ന രീതിയിൽ ഇന്ന ആവശ്യത്തിനാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ വളരെ നല്ല രീതിയിൽ സങ്കല്പം ചെയ്ത് ഇറങ്ങിയുണ്ടല്ലോ, അത് നടക്കാറുണ്ട്. അതിന് തടസ്സങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ഗൃഹപ്പിഴയുടെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനല്ല ബാബ നമുക്ക് അതിനെ പറ്റിയിട്ടൊരു കാര്യം സംസാരിച്ചു തന്നിട്ടുണ്ട്. ഗൃഹപ്പിഴ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. എന്താണ്? നമ്മുടെ തൊട്ടുതൊലയുടെ മേളില് വലിയൊരു നക്ഷത്രമാണ് സൂര്യൻ, കാണാം. നമുക്ക് അത്യാവശ്യം 10-12 മണിക്കൂറോളം ശരിയായ രീതിയിൽ കാണാം. അത് മാത്രല്ല, ഏറ്റവും വലിയൊരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം എന്നാണ് നമ്മളെ പെങ്ങളെ മോള് പറഞ്ഞത്. അപ്പൊ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഇതാക്കിയിട്ടില്ല. തിരുവാതിര നക്ഷത്രമാണ് ഏറ്റവും വലിയ നക്ഷത്രം എന്നാണ് അവള് പറഞ്ഞത്. അങ്ങനെ തിരുവാതിര നക്ഷത്രം എന്ന് പറഞ്ഞിട്ടൊരു നക്ഷത്രമല്ല, ഒരു നക്ഷത്ര കൂട്ടമാണ്. കൂട്ടം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകേരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം എന്നൊക്കെ പറഞ്ഞ സംഭവം നക്ഷത്രങ്ങളുടെ കൂട്ടാണ്. അത് രാശിയുമായി ബന്ധപ്പെട്ട് വരുമ്പോ ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, വ്യാഴം, ഭൂമി, ചന്ദ്രൻ, ഇങ്ങനെയുള്ള കുറെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമായിട്ടൊക്കെ വന്ന് അതിനെ കമ്പാരിസൺ ചെയ്തിട്ട് ഇതില് ഉള്ള ചെറിയ ചെറിയ താഴപ്പുഴകളും മറ്റു കാര്യങ്ങളും വിശദീകരിക്കുന്ന വലിയൊരു ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം, ജ്യോത്സ്യം. അതും പിന്നെ നമ്മൾ ഇന്ന് ഓരോരുത്തരും മൂർത്തികളിൽ നിന്ന് തുടങ്ങി 33 കോടി ദേവതകൾ വരെ, പിന്നെ മറ്റ് ആളുകള്, ധർമാത്മാക്കള് തുടങ്ങി ബാക്കി. പക്ഷെ അതൊന്നും അത്ര വലിയ എഫക്റ്റ് ചെയ്യൂല. അതൊക്കെ തന്നെ ചെറിയ ചെറിയ കാലയളവായതുകൊണ്ട് അവർക്കൊന്നും വല്ലാതെ എഫക്റ്റ് ചെയ്യൂല. അവരുടെ ഭൂമിയിൽ ശരിക്കും പ്രപഞ്ചത്തിൽ അതിനങ്ങനെ എടുത്ത് കാണിക്കൂല.
പക്ഷെ ഇത് എടുത്ത് കാണിക്കും. കാരണം ഇവര് ക്ലിയർ ആയി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ക്ലിയർ ആവും. ശിവമൂർത്തികൾ എന്ന് തുടങ്ങി 33 കോടി വരെ. കാരണം അവര് ക്ലിയർ ആയി കഴിഞ്ഞാൽ അവര് നന്നായിട്ട് യോഗം ചെയ്യും. ഇരുന്ന് യോഗം ചെയ്യുന്നവർ ഇരുന്ന് യോഗം ചെയ്യും, നടന്ന് യോഗം ചെയ്യുന്നവർ നടന്ന് യോഗം ചെയ്യും, കിടന്ന് യോഗം ചെയ്യുന്നവർ കിടന്ന് തന്നെ യോഗം ചെയ്യണം. കിടന്ന് യോഗം ചെയ്യാനായി വിധിക്കപ്പെട്ടവരുണ്ടാവും, ഒരു രക്ഷയില്ല, ഇനി എണീക്കൂല. അങ്ങനെയുള്ള 33 കോടിയിലുള്ള കുറച്ച് ടീമുണ്ടാവും. നാളെ ചിലപ്പോ എനിക്ക് പോലും ആവട്ടെ, അതില്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവാം. പക്ഷെ അങ്ങനെ ഒരു യോഗം വന്നു കഴിഞ്ഞാൽ അത് 1 കൊല്ലായാലും ശരി, 2 കൊല്ലായാലും ശരി, 10 കൊല്ലം കിടക്കേണ്ടവനായാലും ശരി, ഇരിക്കേണ്ടവനായാലും ശരി, നടക്കേണ്ടവനായാലും ശരി, അങ്ങനെ യോഗം ചെയ്യേണ്ടവർ അങ്ങനെ തന്നെ യോഗം ചെയ്യണം. പക്ഷെ അതിഗൃഹപ്പിഴയുമായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യണം. വലിയ ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ചു തന്ന കുറച്ച് വീടുകൾ, ഒരമ്പലം, അത് നമ്മൾ 33 കോടിയുമായിട്ട് കമ്പാരിസൺ ചെയ്തിട്ട് ഏതാളുടെ ആയിരുന്നു ആ അമ്പലം എന്ന് വളരെ ദിവ്യബുദ്ധിയോടെ മനസ്സിലാക്കാനുള്ള വകുപ്പ്. വളരെ ദിവ്യബുദ്ധിയോടെ, ദിവ്യനേത്രങ്ങൾ തുറക്കൂ, അങ്ങനെ മനസ്സിലാക്കാനുള്ള വകുപ്പ് ഇന്ന് നമുക്ക് ബാബ ജ്ഞാനമാർഗത്തിൽ തന്നിട്ടുണ്ട്. അത് ഞാൻ പറയാം, അതിനുള്ള വകുപ്പ് കൃത്യമായിട്ട്. ഇവിടെ നല്ല ചെമ്പരത്തി പൂവുണ്ട്. ഈ ചെമ്പരത്തി പൂവിന്റെ കഷ്ണം കൊണ്ടുവന്ന് കുഴിച്ചിട്ടത്, നട്ടത് നമ്മുടെ ഈ ജന്മത്തിൽ ഞാൻ ഈ പെട്ടാപ്പാട് മുഴുവൻ പെട്ട എന്നെ ഏറ്റവും കൂടുതൽ പേടുത്തിയ ആ സഹധർമ്മിണിയാണ്. പിന്നെ കുറെ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ, അവളിവിടെ ചെയ്തു വെച്ച കുറെ തമ്മാടിത്തരങ്ങൾ വേറെ ഉണ്ട്. അതിന്റെ ഇടയിൽ വന്നിട്ടുള്ള കുറച്ച് സംഭവമാണ്. ഒരു ചെമ്പരത്തി, അതുപോലെ ഒരു എന്താ പറയാ ഓർക്കിഡ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുടെ അവശേഷിപ്പുകളുണ്ട്. ചെമ്പരത്തി വെട്ടിയിട്ടിട്ട് ഇതാക്കാൻ എനിക്ക് അറിയണ്ടല്ല. പക്ഷെ ചെമ്പരത്തി ഒന്നും കുഴപ്പമില്ല, നല്ല രസമുള്ളൊരു പൂവ്, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ എന്ന് കരുതി. പിന്നെ ഒരു മല്ലി അവളെ വീട്ടിൽ നിന്ന് വളർന്നു തന്നെ. പിന്നെ മറ്റേ കട്ടാർവാഴ, അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്. അവള് ചെയ്തു വെച്ച 2 വർഷത്തെ കർമ്മം അതെനിക്കുണ്ടല്ലോ കുറച്ച് കാലത്തേക്ക്, കുറച്ചധികം കാലത്തേക്ക് എനിക്കൊരു വലിയ പാഠം. അത് അവള് മാത്രല്ല, അവളുടെ ഫാമിലിയെ, എന്റെ ഫാമിലിയെ, എന്നെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിയാണ് ലവള്. നോ പ്രോബ്ലം. നമുക്കെന്നും എല്ലാ കൽപ്പവും ഈ 2 വർഷം ലവള് തന്നെയാണല്ലോ ഈ ജന്മത്തിൽ വരിക, എല്ലാ കൽപ്പവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ നേരിടണം. അതിൻ്റെതായ രീതിയിൽ ഡ്രാമാനുസരം അതിൻ്റെതായ രീതിയിൽ തരണം ചെയ്യണം. അപ്പൊ ഗ്രഹപ്പിഴയുമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ജ്ഞാനവുമായി ബന്ധപ്പെടുത്തി 33 കോടി ദേവകൾ, അവരുമായി ബന്ധപ്പെട്ട് കർമ്മങ്ങളും കർമ്മ ഫിലോസഫി, കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാക്ടിക്കൽ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ വീട് അച്ഛൻ ഉണ്ടാക്കിയത്. പക്ഷെ ഇതിന്റെ ഈ കോലം, ഇതിലേക്ക് എത്താണ്ടായ കാരണം എൻ്റെ ഒരു മനസ്സിലുള്ള സങ്കല്പം. പക്ഷെ ആയതിനു ശേഷം ഇതിനകത്ത് വെള്ളം കയറിയതുകൊണ്ട് ഇനി ഈ വീട്ടില് വലിയ വലിയ പണികളൊന്നും നടക്കുന്നില്ല. കാര്യങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ. അപ്പൊ മേലുള്ള 4 പില്ലറുണ്ടല്ലോ, 4 ആള് കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ. 4 പില്ലർ നമ്മൾ കെട്ടിയില്ലേ, അതിനൊരു മേൽക്കൂര ഉണ്ടാക്കണം. അങ്ങനെയുള്ള ചെറുകിട കാര്യങ്ങൾ ഒക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും പൊളിച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പാകത്തിൽ ഉള്ള സെറ്റപ്പിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. നിങ്ങൾ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ കാലാവസ്ഥ നോക്കട്ടെ, ഈ വർഷത്തെ മഴ, വേനൽ, ഇതൊക്കെ നോക്കിയിട്ട് വേണം എനിക്ക് ഈ പറമ്പിൽ ഒരു കാര്യം, അതായത് എത്ര വർഷം ഈ പറമ്പിൽ
ജീവിക്കണം എന്നൊരു തീരുമാനം. അതായത് ബാക്കിൽ കുറച്ചൊരു ഉയർന്ന സ്ഥലം, അവിടെ ഒരു വീട് ഉണ്ടാക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ ഈ ഒരു വർഷത്തെ ഒരു കാലാവസ്ഥ മൊത്തമായിട്ടൊന്ന് ശരിക്കും പഠിച്ചിട്ട് ഡ്രാമയെ ശരിക്കും നോക്കിയിട്ട് വേണം എനിക്ക് അത് ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ കേറും, ഇവിടുന്ന് കേറും. ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ഇത് എൻ്റെ ഒരു ചെറിയൊരു പരിപാടി കേട്ടോ. ഇവിടെ എന്താണ് ഏതാണെന്നൊന്നും തീരുമാനമായിട്ടില്ല. വീട്ടിന്റെ ബാക്കില് എഗ്നികോൺ എന്ന് പറയും. എഗ്നികോണിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം പാടില്ല. ഇവിടെ ആണെങ്കിൽ ടോയ്ലറ്റ് അഗ്നികോണിലാണ്. ഞാനെപ്പറ്റി ശരിക്കും ഒന്ന് പഠിക്കട്ടെ. കുറേ പ്രയാസങ്ങളും കുറേ തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ ചെറിയൊരു മാറ്റം വരുന്നുണ്ടോന്ന് നോക്കട്ടെ. നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള യോഗം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത്രത്തോളം പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ സമാധി സ്ഥലം. ഇനി സമാധി സ്ഥലത്ത് ഇരുന്നിട്ട് കുറച്ച് പറയാം. സമാധി സ്ഥലത്തൊക്കെ കാക്കപ്പിട്ട് അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇതായിരുന്നു. ഇവിടെയാണ് നമ്മള് സമാധി ചെയ്യുന്ന സ്ഥലം കേട്ടോ. അതങ്ങനെ ആക്കിയിട്ടാണ്. എന്താ വെച്ചാൽ എനിക്കിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആക്കുമ്പോ ആണല്ലോ നമ്മള് ഗോപാൽ സ്വാമി തിരുവനന്തപുരത്തുള്ള സമാധി സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള വിഷയമൊക്കെ വരുന്നത്. അത് നമ്മുടെ സമാധി ഇവിടെ അച്ഛൻ വെച്ചിട്ടുള്ളത് ഏകദേശം ഈ പറമ്പിലാണ്. അതിനേക്കാൾ ഇവര് ഈ ഒരു പറമ്പ് അച്ഛൻ വാങ്ങിയതാട്ടോ. ഈ പറമ്പ് വാങ്ങുമ്പോ കിണറുണ്ട്. ഈ കിണറിന്റെ മുന്നൊരു വീടുണ്ടാവുമല്ലോ, അത് നോക്കാതെ അച്ഛൻ എന്ത് ചെയ്ത് സ്ഥലമൊക്കെ അടിച്ച് കുറ്റിയൊക്കെ അടിച്ചിട്ട് വീട് വെച്ച്. പിന്നെ ദുരിതങ്ങളോട് ദുരിതങ്ങൾ. അച്ഛന് വേണ്ടത്ര കോടിക്കണക്കിന് ആസ്തി കാര്യങ്ങള് എല്ലാ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അച്ഛന്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഒരു കുറേ കാലം കഴിഞ്ഞ് പ്രശ്നങ്ങൾ തീരണല്ലോ. നമ്മള് അതായത് കോടിക്കണക്കിന് ഉറുപ്പിയുള്ള ആളുടെ അടുത്ത് 1 ലക്ഷം 2 ലക്ഷം നഷ്ടപ്പെടുമ്പോ വലിയ വിഷയമില്ലേ. പക്ഷെ കോടിക്കണക്കിന് ആസ്തിയുള്ള ആളുടെ അടുത്തുനിന്ന്, ഒരു 10 കോടി ആസ്തിയുള്ള ഒരാളുടെ അടുത്തുനിന്ന് ഒരു 5 കോടി പോയാല് പിന്നെ ആള് ശ്രദ്ധിച്ചേ കളിക്കുള്ളൂ. അപ്പൊ അച്ഛന് പ്രശ്നങ്ങളായി. ആളുടെ കുറേ സ്വത്തുകളും കാര്യങ്ങളും ഒക്കെ നഷ്ടമായി. ഒരുപാട് ജീവിതത്തിൽ കുറെ പ്രതിസന്ധികൾ വന്ന് വല്യച്ഛന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ വല്യച്ഛന്റെ മൂത്ത മകന്റെ പ്രസവത്തിന്റെ സമയത്താണോ ഇനി അതോ രണ്ടാമത്തെ അങ്ങനെ എന്തോ ഒരു സമയത്താണ് പഠിക്കും വരുന്നത്. പിന്നെ അങ്ങനെ കുറെ നഷ്ടങ്ങൾ. അനവധി ബിസിനസ്സുകൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, ഒക്കെ നഷ്ടത്തിൽ പെട്ടു. ഒക്കെ നഷ്ടം. കേസും കൂട്ടവും കാര്യങ്ങളും അതൊരു ഭാഗം. അങ്ങനെ എന്റെ അച്ഛനും ഗതി പിടിക്കണില്ല. എന്റെ വല്യച്ഛനാണെങ്കിൽ എന്തൊക്കെ നോക്കിയാലും നഷ്ടം. അങ്ങനെ ഈ കിണറ് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം കിണറുള്ള സ്ഥലമാണ് വാങ്ങിയത്. കിണർ മൂടാനായിട്ട് നമ്മുടെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ചെറിയൊരു ഹിന്റാണ് കൊടുത്തു. ഹിന്റേ കിട്ടുള്ളൂ കേട്ടോ, അത് നോക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഹിന്റ് മാത്രമേ കിട്ടുള്ളൂ. എന്റെ അടുത്തൊന്നും പരിപൂർണമായ ജ്ഞാനം ഒരാൾക്കും കിട്ടില്ല. ഞാൻ സമ്പൂർണ്ണമായാലും ശരി, സമ്പൂർണ്ണമായിട്ടില്ലെങ്കിലും ശരി, സമ്പൂർണ്ണ ജ്ഞാനം എന്റെ അടുത്തുനിന്ന് കിട്ടൂല. ബ്രഹ്മബാബ സമ്പൂർണ്ണമായ കാര്യം അറിയാലോ, പക്ഷെ ബ്രഹ്മബാബയുടെ അടുത്ത് സമ്പൂർണ്ണ ജ്ഞാനം കിട്ടൂല. സമ്പൂർണത നിങ്ങൾക്ക് ബ്രഹ്മബാബയിൽ കാണാനും കഴിയില്ല. അത് വേറൊരു തല. ബാബു പറഞ്ഞു, ശിവബാബു പറഞ്ഞു, ബ്രഹ്മബാബ സമ്പൂർണ്ണായി, മമ്മ സമ്പൂർണ്ണായി. നാളെ മറ്റന്നാളോ ചിലപ്പോ ഒരു 5-10 കൊല്ലം കഴിഞ്ഞിട്ട് ശിവബാബു പറയണ സനൽവായി സമ്പൂർണ്ണായി. ഏതെങ്കിലും വകുപ്പില് അങ്ങനെ ബ്രഹ്മകുമാരീസിലുണ്ടായിരുന്നല്ലോ ഒരു സനല് തന്നെ ആളൊരു 5-10 കൊല്ലം യോഗവും ധാരണയും സേവനമൊക്കെ ചെയ്ത് സമ്പൂർണ്ണമായി. എന്താണ് സമ്പൂർണത? നന്നായി ചിന്തിക്കേണ്ട വിഷയം ഉണ്ടാകും. എനിക്ക് ഗൃഹപ്പഴുണ്ട്, എനിക്ക് അനവധി പഴകളുണ്ട്, ഇപ്പൊ ഈ പറഞ്ഞ മാതിരി കേസും കൂട്ടങ്ങളും കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഞാൻ സമ്പൂർണമാവുമ്പോ ചിന്തിക്കേണ്ട വിഷയമാണ്. അതിൽ എസ്പെഷ്യലി ബ്രഹ്മബാബ കഴിച്ച ആ കോർട്ടിസോൾ എന്തോ പറഞ്ഞ ആ ഒരു ഗുളികയെ പറ്റിയിട്ട്
പറഞ്ഞ് ആ വ്യക്തിയില്ലേ, നമ്മുടെ ആദ്യത്തെ കമന്റുകൾ കൊണ്ട് അമ്മാനമാടി തന്ന ആ വ്യക്തി, പിന്നെ ഇപ്പൊ കുറെ കാലമായിട്ട് കമന്റ് ഒന്നും കാണില്ല. ആ വ്യക്തി ഒന്നുകൂടെ ചിന്തിക്കേണ്ടതാണ്. ഇനി നാളെ മറ്റന്നാളെ നിങ്ങൾ സമ്പൂർണ്ണമായാൽ അതും ശ്രദ്ധിക്കണം. എന്താണ് സമ്പൂർണ്ണത? നന്നായി ചിന്തിക്കുക. സമ്പൂർണ്ണം 16 കല സമ്പന്നം, മര്യാദ പുരുഷോത്തമം, ദിവ്യ ഗുണങ്ങള് 36 ദിവ്യ ഗുണങ്ങള്, അത് 7 ആത്മാവിന്റെ ഗുണത്തിൽ നിന്നാണ് വരുന്നത്. അതിനാൽ സമ്പന്നം. സർവഗജനാക്കളാലും സമ്പന്നം. ഇതാണ് സമ്പൂർണ്ണത. അതിപ്പോ കലിയുഗത്തിന്റെ ബ്രഹ്മാഭാവ ശരീരം വിട്ട സമയം അതിപ്പോ മതിയായിരുന്നു, അത് മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഓരോരുത്തർ ശരീരം വിടുമ്പോ അത് ഏത് ലെവലില് വേണം, ഏത് ലെവലിൽ വേണം, ആ ലെവലിൽ എത്തുമ്പോ മാത്രമേ സമ്പൂർണ്ണം എന്ന് പറയാൻ പറ്റൂ. എല്ലാ മേഖലയും തുറന്ന് കാണിച്ചു തരുന്നുണ്ട്. ഉപഗ്രഹങ്ങള്, ഗ്രഹങ്ങള്, നമ്മുടെ കമ്പ്യൂട്ടർ, മൊബൈല്, അതുപോലെ ബാക്കി റോബോട്ടിക്സ്, എല്ലാ മേഖലയുടെയും ആവശ്യമായ കാര്യം. ക്യാമറ ഉണ്ട്, ഒളിക്യാമറകളുണ്ട്. ഒളിക്യാമറകൾ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറ ഇറങ്ങണില്ല. ക്യാമറ ഇറങ്ങണുള്ളൂ. അതിനെ ഒളിക്യാമറ ആക്കിയിട്ട് ബാത്റൂമിലും മറ്റും കൊണ്ട് വെക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരതിനെ ദുരുപയോഗം ചെയ്യും. ക്യാമറ അല്ല പ്രശ്നക്കാരൻ, മൈൻഡാണ് പ്രശ്നക്കാരൻ. ഇനി ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അനവധി മരുന്നുകളും കാര്യങ്ങളും തരുന്നുണ്ട്. പക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്. ഇനി അതുപോലെ വീടുണ്ടാക്കിക്കോളൂന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്. വിവാഹം കഴിക്കുന്നവരാണെങ്കിൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴല്ല കേട്ടോ ഞാൻ വിവാഹം കഴിച്ചത്. ഞാൻ വിവാഹം കഴിക്കാൻ കാരണം എന്താ വെച്ചാൽ എന്താണ് ആദ്യം പറയാലോ, അമ്മേൻ്റെ ഒരു ആഗ്രഹം പ്രധാനമായിട്ട്, അത് മകളായിട്ട് തീർത്തു. അപ്പൊ എൻ്റെ പെങ്ങള് തീർത്തെടുത്ത് ആ കല്യാണമൊക്കെ കഴിച്ച് 2 മക്കളൊക്കെ ആയി. പക്ഷെ അമ്മയ്ക്ക് പ്രധാനം ഞാൻ കല്യാണം കഴിക്കണമെന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ എടുക്കാൻ തുടങ്ങി. അപ്പൊ കല്യാണം നടക്കണില്ല. അപ്പൊ ഏതൊക്കെയാണ് മിസ്റ്റേക്സ്, ഗ്രഹപ്പിഴ പഠിച്ചു. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തി. അച്ഛൻ ഉണ്ടാക്കിയ വീടാണെങ്കിലും അനവധി കാര്യങ്ങൾ മാറ്റം വരുത്തിയല്ലേ. അതിന് കാരണക്കാരൻ ഈ ജ്യോതിശാസ്ത്രത്തിന്റെ കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ വരുന്ന ആശാരി, ഏതാശാരി? സ്ഥാനം നോക്കണ ആശാരി, വാസ്തു വിദഗ്ധൻ എന്ന് പറയും. അവരുമായിട്ട് നമ്മൾ കുറച്ച് സമ്പർക്കത്തിൽ വിട്ടു. അതുകൂടാതെ ഈ വാസ്തുവിന്റെ അനവധി ബുക്കുകൾ കിട്ടും. ആ പുസ്തകങ്ങൾ നമ്മൾ കുറച്ച് ഒന്ന് വായിച്ച് ചിന്തിച്ച് ഇവരുമായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ ഞാൻ അതായത് അച്ഛൻ കൊണ്ടുവന്ന വാസ്തുശാസ്ത്രജ്ഞന് ആദ്യത്തെ ആളായിട്ട് ഞാനൊരു 2-3 തവണ ഇടപെട്ടു. പിന്നെ ഇപ്പൊ പുതിയൊരു വാസ്തുശാസ്ത്രജ്ഞനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹവുമായിട്ട് ചെറിയൊരു ഇടപാടും. അത് കൂടാതെ നമ്മൾ ചിന്തിക്കണം, നമ്മളെങ്ങോട്ടാ പോണത്? ഇവിടെ സാധാരണ രീതിയിൽ ജീവിക്കല്ല, അതും വർഷങ്ങളോളം ജീവിക്കാനല്ല, സമ്പൂർണമാവാൻ തന്നെ. അത് എത്രത്തോളം ആവും എന്നുള്ളത് നോക്കണ്ട. ഒന്നുകിൽ സത്യത്തിലേക്ക് വേണ്ട വിധത്തിൽ ഉത്തമത്തിലേക്ക് എത്തും, അതല്ലെങ്കിൽ ത്രേതായുഗത്തിന്റെ അവസാനത്തിലുള്ള കനിഷ്ഠത്തിലെങ്കിലും എത്തും. നോ പ്രോബ്ലം, ഏതെങ്കിലും ഒന്നാവും. ഇപ്പൊ എന്തായാലും കനിഷ്ഠത്തില് ആണെങ്കിൽ പോലും കനിഷ്ഠത്തിലൊരു ഉത്തമം ഉണ്ടാവുമല്ലോ, അത് ചിന്തിക്കണം. ത്രേതായുഗത്തിന്റെ അവസാനത്തെ കനിഷ്ഠം, അതിനൊരു രാജാവ്, 16,108 ഒരു രാജാവ്, അതിന്റെ പ്രജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു തന്നെ, അതിന്റെ കീഴിൽ അനവധി പേര് വരും. അതിലിങ്ങനെ കീഴിൽ കുറേ പേരുണ്ടാവും, ഒന്നൊന്നല്ല. ഈ 33 കോടിയിൽ അവസാനം വരുന്ന കോടികളുടെ ഒരു രാജാവുണ്ട്, അവനൊരു രാജകുമാരി അല്ലെങ്കിൽ രാജ്ഞി ഉണ്ടാവും. അതിന്റെ കീഴിലാണ് ബാക്കിയുള്ളവർ ആ രാജ്യം. അപ്പോഴേക്കും ഇത് വലുതാവും. സത്യയുഗത്തിൽ 9 ലക്ഷം ആത്മാക്കളുമായിട്ട് ആരംഭിക്കുന്ന ആ ഒരു ഭൂഖണ്ഡം ത്രേതായുഗത്തിൽ 33 കോടി എത്തുമ്പോഴേക്കും ഭൂഖണ്ഡം വലുതാവും. അതായത് കടല്
കടലിൻ്റെതായ രീതിയിലേക്ക് പിന്നെ പതുക്കെ പോയി. നമ്മൾ പറഞ്ഞിട്ടില്ല 5000 വർഷം കൂടുമ്പോൾ ഒക്കെ റിപ്പീറ്റേഷൻ ആണ്. അപ്പൊ പിന്നെ ദ്വാപരയുഗം ആരംഭിക്കാൻ വേണ്ട ആ ഒരു സമയത്തേക്ക് വേണ്ട ഫുൾ ഭൂമി ചേഞ്ചായി. ദ്വാപരയുഗത്തിൽ വേണ്ട ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് ഫോമായി. അങ്ങനെ അനവധി കാര്യങ്ങൾ നടക്കാണ്ട്. ചെറിയ കാര്യമൊന്നുമല്ല. 5000 വർഷത്തെ കാര്യം വളരെ സിമ്പിളാണ് ചിന്തിക്കും. ഞാനും ആദ്യം അങ്ങനെ ചിന്തിച്ചിരുന്നത്. ഇപ്പൊ 5000 വർഷം എന്തെങ്കിലും നടക്കട്ടെ. നമുക്കിപ്പോൾ ഇവിടെ ജീവിക്കാനാണെങ്കിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ആരെന്തെങ്കിലും തരുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത്രയും ചിന്തിച്ചോളൂ. ചെറുതല്ല കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്ത് നടക്കേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് 5000 വർഷത്തേക്ക് വേണ്ടിയിട്ട് രചിച്ച് അതിനെ വീണ്ടും പുനരാവർത്തിച്ച് ചെയ്യിപ്പിക്കുന്ന ഭഗവാന്റെ മഹിമകൾ അപാരം തന്നെ. അത് മനസ്സിലാക്കാൻ ദിവ്യ ബുദ്ധി തന്നെ വേണം. ചെറുതായിട്ട് ഫോണിൽ നോക്കി അവിടുന്നും ഇവിടുന്നും കേൾക്കുന്നു. ഇപ്പൊ നമ്മുടെ ഈ ഒരു 5 or 8 ശരിക്കുള്ള വ്യൂവേഴ്സ് ആരൊക്കെയോ ആവട്ടെ, എനിക്കറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബാബയുടെ മുരളി കേൾക്കാം, ഹിന്ദിയിലുള്ളത് കേൾക്കാം, ഇംഗ്ലീഷിലുള്ളത് കേൾക്കാം, പലതും കേൾക്കാം. കിട്ടൂല. അതിഗുപ്തമായിട്ട് ആ ബിന്ദു രചിച്ചു വെച്ചിട്ടുള്ള ഈ ലോകത്തെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ദിവ്യ ബുദ്ധി തുറക്കന്നെ വേണം. നന്നായി തുറക്കണം. എനിക്കൊന്നും ആയിട്ടില്ല കേട്ടോ. എനിക്ക് ഞാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഈ ഡ്രാമയെ പറ്റിയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 0.001 പോലും മനസ്സിലായിട്ടില്ല. ഞാൻ അങ്ങനെ തന്നെ പറയും. 0.001% പോലും മനസ്സിലായിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം അത്രയും വലുതാണ് കർമ്മത്തിന്റെ കണക്ക്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഭയങ്കര അറിവുള്ള ഒരാളായിട്ട് പണ്ഡിതനാവാനല്ല പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ബ്രഹ്മകുമാരീസിൽ ചെറിയൊരു തർക്ക വിഷയം ഉണ്ടായപ്പോ പിന്നെ ഞാൻ ഇങ്ങനെ തുടങ്ങി. പിന്നെ ഞാൻ ആലോചിച്ചു മതിയെ നിർത്തണം വേണ്ടേ എന്നൊക്കെ കുറെ ആലോചിച്ചു. പക്ഷെ പിന്നെ ഇങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ആര്? ബാബ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നമുക്ക് എന്ത് തേങ്ങ അറിയാം. അപ്പൊ ഇങ്ങനെ യോഗം ചെയ്യുമ്പോ ഇന്നിപ്പോ വീഡിയോ ഇന്നലെ വീഡിയോ ഇട്ടു. പിന്നെ ചില ദിവസം ഞാൻ കുറേ ദിവസം വീഡിയോ ഇടാറില്ല. ഇനി വീഡിയോകളുടെ ഒരു മേളം തന്നെ ആയിരിക്കും ചിലപ്പോൾ. കാരണം കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഈ സാധനം തലച്ചോറിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ പുറത്തേക്ക് ആകണം. ആവശ്യക്കാരെടുക്കട്ടെ. ഞാൻ പറഞ്ഞ മുഴുവൻ കറക്റ്റാണെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ അങ്ങനെ സമർത്ഥിക്കണേ ഇല്ല. സമർത്ഥിക്കേണ്ട ആവശ്യം എനിക്ക് എന്താണ്? പക്ഷെ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്ത ചില കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു മുത്ത് ആർക്കെങ്കിലും കിട്ടിയിട്ട് അവരെന്തെങ്കിലും ആവണമെങ്കിൽ ആവട്ടെ. അങ്ങനെ ഞാനും ഈ പറഞ്ഞ സംഭവം ഞാനും കാണും. കുറെ കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും മണ്ടത്തരങ്ങളുണ്ടോ, നല്ലതാണോ എന്നൊക്കെ ഞാനിരുന്ന് പരിശോധിക്കും. ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളിലെ മണ്ടത്തരങ്ങൾ അതെന്തെന്ന് പറയാം. എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അതാത് എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞു വെച്ച മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യും. തെറ്റുപറ്റാത്ത ആരൊക്കെ ഉള്ള? ബ്രഹ്മഭാവിക്ക് എന്തെല്ലാം തെറ്റുപറ്റി, മമ്മയ്ക്ക് എന്തെല്ലാം തെറ്റുപറ്റി. ബ്രഹ്മഭാവിക്ക് പറ്റിയ തെറ്റ് ചെറുതെന്തോ ഉണ്ട്. അതുകൊണ്ടാണ് അവസാന സമയം ബ്രഹ്മബാബ ഹാർട്ട് അറ്റാക്കിന്റെ മരുന്ന് കഴിക്കേണ്ടി വന്നു. മമ്മയ്ക്ക് പറ്റിയ ചെറിയ തെറ്റ് എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് മമ്മ അവസാനം ക്യാൻസർ വന്നിട്ട് സമ്പൂർണ്ണമാവേണ്ടി വന്നത്. ക്യാൻസർ ഇങ്ങനെ ശരീരത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക സമ്പൂർണ്ണമാവുന്ന അവസ്ഥയും, അസുഖങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് സമ്പൂർണ്ണമാവേണ്ട അവസ്ഥയും തമ്മിൽ രണ്ടും വേറെ തന്നെയാണ്. അങ്ങനെ പറയാൻ നിരവധി ഉണ്ട്. ഗൃഹപ്പിഴയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള എപ്പിസോഡിലേക്ക് ഞാൻ ഇതങ്ങോട്ട് അറ്റാച്ച് ചെയ്യുന്നു. ജ്ഞാനം, ഗൃഹപ്പിഴ എന്നീ കാര്യങ്ങളുടെ ഒരു സമ്പൂർണത ചെറിയ വിഷയമാണ്. ആർക്കെങ്കിലും ഒക്കെ ആവാം. ഇത് പറയേണ്ടത് ആരാ? ദേവതകളല്ലേ പറയേണ്ടത്. അപ്പൊ നമ്മളാരാ? ബ്രാഹ്മണം.
പിന്നെ വൈശ്യം, ശൂദ്രം, അങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്നു. ഇപ്പൊ എന്റെ അവസ്ഥ എന്താ? ശൂദ്രാവസ്ഥയാണ്. ഇനി നമ്മൾ എങ്ങോട്ടാ പോണത്? ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, ദേവൻ. അപ്പൊ അതിന് മുന്നേ എല്ലാം തുറന്ന് പറയണ്ടേ? ആര് പറയണം? വൈശ്യന് വൈശ്യന്റേതായ രീതിയിൽ മനസ്സിലാക്കാം, ക്ഷത്രിയന് ക്ഷത്രിയന്റേതായ രീതിയിൽ മനസ്സിലാക്കാം, ശൂദ്രന് ശൂദ്രന്റേതായ രീതിയിൽ മനസ്സിലാക്കാം. ശൂദ്രന് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണ്ട. ക്ഷത്രിയന് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണ്ട. ബ്രാഹ്മണന് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണ്ട. സംശയം ചോദിച്ചിട്ട് ഒരു കാരണവശാലും യൂട്യൂബിൽ കമന്റ് ഇട്ടൊരു കാര്യമില്ല. ഫോൺ വിളിച്ചോ, നമ്പറിൽ, എന്റെ നമ്പറിൽ വിളിച്ചോ, 98 47 18 13 80. എന്നിട്ട് വരുന്ന ചെറിയ സംശയം ഉണ്ടാവില്ലേ, അതിലൂടെ അത് ഒന്ന് കേട്ട് കുറച്ച് സമയമൊക്കെ തന്ന് ഞാൻ അതിന് വേണ്ട ചെറിയ പരിഹാരങ്ങൾ ഉണ്ടാവും. യോഗം ചെയ്യാൻ തടസ്സമുള്ള ആരെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടാവും. അതിന് വേണ്ട പരിഹാരങ്ങൾ ഇതുപോലെ ഇങ്ങനെ പുഞ്ചിരിക്കാൻ വേണ്ടി, യോഗം ചെയ്ത് പുഞ്ചിരിക്കാനും യോഗം ചെയ്ത് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ യോഗത്തിലാണോ? യോഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലേക്ക് ഇതിലേക്കൊന്നും കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോൾ യോഗം ചെയ്യാൻ പറ്റില്ല. പക്ഷെ പറ്റും. നിരന്തരമായ പരിശ്രമം കാരണം ബാബയെ ഓർമ്മിക്കാം, 5000 വർഷത്തെ ഓർമ്മിക്കാം, 5 തത്വങ്ങളെ ഓർമ്മിക്കാം, ഒരു സമ്പൂർണ്ണ സ്റ്റേജിൽ സംസാരിക്കാനും പറ്റും. നല്ല പരിശ്രമം ആവശ്യം. ഞാനതിനാണ് ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ നല്ല യോഗത്തിലൊന്നുമില്ല കേട്ടോ. പക്ഷെ അങ്ങനെയും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരവസരം വരും. സമ്പൂർണ്ണ യോഗം, ധാരണ, സേവനം. ഇതിപ്പോ സേവനമാണ്. കാരണം ഭഗവാന് കണ്ണില്ല, കാതില്ല, മൂക്കില്ല, ചെവിയില്ല, ത്വക്കില്ല. ഇത് നമ്മൾക്ക് തന്നിട്ടുള്ളൂ. അത് ഉപയോഗിച്ചിട്ടുള്ളൊരു സേവനമാണ്. ഈശ്വരൻ തന്ന ആ വരദാനത്തിന്റെ ഒരു അത്ഭുത നക്ഷത്രം തന്ന ആ ഒരു 5 തത്വങ്ങളാൽ നിർമ്മിതമായ ശരീരത്തെ ഇത് ഈശ്വരന് സമർപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലാം പഠിച്ച് അനുഭവിച്ച് ഉള്ള ചില അനുഭവി മൂർത്തികൾക്ക്, ബ്രഹ്മബാബ നല്ല അനുഭവി മൂർത്തിയാണ്. അതിലാണ് ശിവൻ വന്നത്. കറക്റ്റാണ്. പക്ഷെ ഞാൻ ചോദിച്ചിരുന്നു, എന്താ ശിവൻ എൻ്റെ അടുത്തേക്ക് വരാൻ? എൻ്റെ ഏഴായാലും അടുത്തേക്ക് വരാൻ പറ്റില്ല. കാരണം അത്രയും മോശം എന്ന് പറഞ്ഞാൽ അത്രയും മോശം. ശൂദ്രൻ അങ്ങ് മാറി നിക്കണം. അതിനപ്പുറത്തേക്കായിരുന്നു എൻ്റെ അവസ്ഥ. എന്നെ പിടിച്ച് ബാബ ഇങ്ങനെ പതുക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബ്രാഹ്മണനാണോ? ആണോന്ന് ചോദിച്ചാണ്. ഉത്തമ ബ്രാഹ്മണനായോ? അങ്ങനെ ഒരു അവസ്ഥ വരാണ്ട്. ബ്രാഹ്മണനാണോന്ന് വെച്ചാണ് കനിഷ്ഠം, മധ്യമം, ഉത്തമം. ഇനി കനിഷ്ഠ ബ്രാഹ്മണൻ പോയിട്ട് മധ്യമ ബ്രാഹ്മണനാണോ ഉത്തമ ബ്രാഹ്മണനാണോ? അത് കഴിഞ്ഞിട്ടാണ് ദേവതാ സമ്പ്രദായത്തിലേക്ക്. അത് കനിഷ്ഠ ബ്രാഹ്മണത്തിൽ നിന്നാണ് ശരീരം വിടുന്നുണ്ടെങ്കിൽ കനിഷ്ഠ ദേവതയാണോ? ഉത്തമ ബ്രാഹ്മണൻ എന്നാണ് ശരീരം വിടണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാല് ഡ്രാമയിൽ കുറച്ചും കൂടെ സമയം ബാക്കിയുണ്ടെങ്കിൽ, അതിലൊരു ജന്മം കൂടെ അവസരം ഉണ്ടെങ്കിൽ, ചിലപ്പോ ഈ കനിഷ്ഠത്തിന് ശരീരം വിട്ട വ്യക്തിക്ക് വേണമെങ്കിൽ ഉത്തമത്തിലേക്ക് എത്താൻ ഒരു ജന്മത്തില് വെറും 5 വർഷം പോലും മതി. പിന്നെ ജനിച്ചവന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ല. പക്ഷെ കാര്യങ്ങൾ വേഗം ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 5 വർഷം കൊണ്ട് ഇന്ന് ഒരു കുട്ടിക്ക് വേണമെങ്കിൽ നല്ല സമ്പൂർണ്ണമാവാം. ആയാലും ശരി, ആയിട്ടില്ലെങ്കിൽ ശരി. കനിഷ്ഠ ബ്രാഹ്മണ്യത്തിൽ നിന്നാണ് ശരീരം വിട്ടത്. ബാബ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഒരു ജന്മം, ഒരു 5 വർഷം കൂടെ ഉണ്ടല്ലോ കുട്ടിയെ. ശരി ബാബ, ഞാൻ ഒന്നും കൂടെ ജന്മം എടുക്കാം. 5 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കുട്ടി ജന്മെടുത്ത് അതിന് ജനിച്ച് വളർന്ന് വരാൻ വളരെ കുറച്ച് സമയമുണ്ട്. ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നല്ലൊരു കുട്ടിക്ക് യോഗം ചെയ്ത്, ഗുപ്തമായ യോഗം ചെയ്ത് 2 വർഷമൊക്കെ ഉണ്ടെങ്കിൽ സമ്പൂർണ്ണമാവാൻ വളരെ സിമ്പിളായിട്ട്. സമ്പൂർണ്ണം എന്ന് പറഞ്ഞാൽ കനിഷ്ഠത്തിലുള്ള ബ്രാഹ്മണനാണെങ്കിൽ ആ ബ്രാഹ്മണ്യം അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ പോയി ജന്മെടുക്കണം. അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ പോയി ജന്മെടുത്തിട്ട് അവിടെ ഫുൾ സെറ്റിൽമെന്റ് ചെയ്യണം അവരുമായിട്ട്. കാരണം അങ്ങനെ കണക്കുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ പോയി ജന്മെടുക്കാൻ പറ്റുള്ളൂ. എല്ലായിടത്തും അടുത്തൊന്നും പോയി ജന്മെടുക്കാൻ പറ്റില്ല.
അവിടെ പോയി ജന്മെടുത്ത് അവിടുത്തെ സെറ്റിൽമെന്റ് ഒക്കെ നടത്തി പിന്നത്തെ 2 വർഷം ഉണ്ടല്ലോ ആ മാതാപിതാക്കളുമായിട്ട് അവരുണ്ടാവില്ല എന്നുള്ളതല്ല, അവരുടെ സ്വത്തും കാര്യങ്ങളും എങ്ങനെ ഈശ്വരീയ സേവനത്തിലേക്ക് ഉപയോഗിച്ച് കൊണ്ട് ആ കനിഷ്ഠത്തിലുള്ള ബ്രാഹ്മണന് 5 വയസ്സാകുമ്പോഴേക്കും ഉത്തമത്തിലേക്ക് എത്താനുള്ള വകുപ്പൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യട്ടെ. അത് ബാബയും ബാക്കിയുള്ള ആത്മാക്കളും തമ്മിലുള്ള മാത്രം കഥ. പക്ഷെ അങ്ങനെ ചെയ്യാം. കാരണം എൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു, ഇപ്പോഴും മോശം തന്നെ. പക്ഷെ ഞാൻ എന്നെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മാത്രം കഴിയുന്ന കാര്യം. എന്നെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ വിചാരിച്ചാൽ, എന്നെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ വിചാരിച്ചാലേ നടക്കുള്ളൂ. ബാബ അത് ചിന്തിക്കുന്നില്ല. പക്ഷെ ബാബ ചെറിയ ചെറിയ സമയങ്ങളും ഡ്രാമയിലെ സീനുകളൊക്കെ മാറ്റിത്തരും. ആ മാറ്റുന്ന ആ സമയത്ത് നമ്മൾ പിടിച്ച് കയറിക്കൊള്ളണം. ഡ്രാമയില് എനിക്ക് വന്ന ഈ ഒരു സീൻ ഉണ്ടല്ലോ, കോടതി കേസ് കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു സംഭവം എൻ്റെ മൈൻഡിലുള്ളതാണ്. ബാബാ എനിക്കൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഞാൻ കയറിക്കോളാട്ടാ. ആ അവസരം കിട്ടി, അപ്പൊ ഞാൻ കയറിക്കൊണ്ടേയിരിക്കും. കോടതി കേസ് കാര്യങ്ങള്, ഇത് സത്യം പറഞ്ഞാൽ എത്രയോ കൽപ്പം അതേ ആത്മാക്കളുമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുള്ള അതേ പാട്ട് ഈ വീട്, ഈ വീട്ടിലുള്ള ഗൃഹപ്പിഴ, ഈ നാട്, ഈ നാട്ടിലുള്ള വ്യക്തികളുമായിട്ടുള്ള കണക്കുകള് സെയിം. ഇനി അത് വളരെ മധുരമായിട്ട് അങ്ങോട്ട് ചെയ്ത് ഷോ ആക്കി ആർക്കും ഒരു പ്രശ്നമില്ല. അത് സെറ്റിൽമെന്റ് ചെയ്യാന്നുള്ളൊരു കടമ മാത്രമേ എനിക്കുള്ളൂ. ബന്ധനം എന്ന് പറയുന്നത് ഇപ്പൊ ആകെ ഒരാളായിട്ട് മാത്രം, അത് അമ്മ, ഈ ശരീരത്തിന്റെ അമ്മ. പെങ്ങളായിട്ട് ഇപ്പൊ ബന്ധനല്ല. കാരണം പെങ്ങളെ നമ്മള് അളിയനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി അവരാണ് ബന്ധനം. സ്നേഹബന്ധനം മാത്രമേ ഉള്ളൂ പോരായിട്ട്. അത് ബന്ധനല്ല, അത് സംബന്ധമായി. നേരെ മറിച്ച് പെങ്ങൾ കല്യാണം കഴിയാതെ വീട്ടിലിരിക്കുന്ന ഒരാങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധനം തന്നെയാണ്. ബന്ധനം എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ച് അതൊന്നുമില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് അമ്മയുമായിട്ട് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് സ്നേഹത്തോടെ നിറവേറ്റാം. ശാസിച്ച് തന്നെ നിറവേറ്റണം. അമ്മയെ നല്ല ചീത്ത പറയുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ ചില സമയത്ത്. ഇപ്പൊ ചീത്ത പറഞ്ഞപ്പോ നിർത്തി. ഇപ്പൊ സത്യം പറഞ്ഞാല് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളൂല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. അമ്മയ്ക്കും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല. അപ്പൊ അത് സ്നേഹത്തോടെ നിങ്ങളെ പണി, എനിക്കാണെങ്കിൽ ഒരുപാട് പണികളുണ്ട്. ഞാൻ എൻ്റെ കർമ്മ ആ രീതിയിലേക്ക് മാറ്റിപ്പോ ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമില്ല. ആളുടെ കാര്യം ചെയ്യുന്നു, ഞാൻ എൻ്റെ കാര്യം ചെയ്യുന്നു. അങ്ങനെ ചെയ്യാനുള്ള കുറെ ഗുപ്തമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് കൃത്യമായിട്ട് ദിവ്യബുദ്ധി ഉള്ളവർക്ക് വേഗം ക്യാച്ച് ചെയ്യും. അത് അതേപോലെ ചെയ്യാൻ തുടങ്ങും. ഇല്ലാത്തവര് അവസാനം വരെ ബാബാ 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 എന്ന് നിലവിളിക്കുകയും ചെയ്യും. അവസാനം കിടന്ന് തന്നെ യോഗം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇരുന്ന് തന്നെ യോഗം ചെയ്യേണ്ടി വരും. അങ്ങനെ അനുഭവമുള്ള ആൾക്കാരൊക്കെ നമ്മൾ എന്താ പറയാ കണ്ടതാണ്. വർഷങ്ങളോളം ഇരുത്തും, വർഷങ്ങളോളം കടത്തും. ഈ എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ തന്നെ ചെറിയ പണിയൊന്നുമല്ല. എല്ലും ഇറച്ചിയും അവയവങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് പുറത്തേക്ക് വരാൻ ചെറിയ പണിയൊന്നുമല്ല. 63 ജന്മം ചെയ്തു വെച്ച കർമ്മം ദ്വാപര കലിയുഗത്തില് എത്രത്തോളം സ്മൂത്ത് ആയിരുന്നോ അതിനെ ബേസ് ചെയ്തിട്ടേ നമുക്ക് ഇത് വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് എന്തൊക്കെ വേണം, ഏതൊക്കെ വേണം, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും. ഈ വ്യൂവേഴ്സിൽ. ഓക്കെ, ബാക്കി കാര്യങ്ങൾ അടുത്ത ഗൃഹപ്പഴയിൽ ഇതിൻ്റെ പറയാം. ഓക്കെ.